മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവര് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ആളുകൾ കൂടിയിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കൂടിയിരുന്നു കൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിനെ ഞങ്ങൾ ഹംദ് ചെയ്തു, ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി. അപ്പോഴോ ഫഇദാ ജാഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നു. കൊച്ചാപ്പയുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടുത്തെ ജന്മത്തെ ഇങ്ങനെ പറയാൻ, അവിടുത്തെ സന്തോഷം ഇങ്ങനെ പങ്കുവച്ചു, സ്വലാത്തു ചൊല്ലി അല്ലാഹുവിനെ ഹംദുകൾ പറഞ്ഞ നേരം ഹബീബായ നബി തങ്ങൾ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഹല്ലത്തു ലക്കും ശഫാഅത്തി, നിങ്ങൾക്ക് എൻ്റെ ശഫാഅത്തുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ലക്ഷ്യം അതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പറയുന്നതിലൂടെ, റാലി നടത്തുന്നതിലൂടെ, ഒന്നിച്ചു കൂടുന്നതിലൂടെ, നടക്കുന്നതിലൂടെ, ആരവങ്ങൾ ഉയർത്തുന്നതിലൂടെ, ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ഏറ്റവും വലിയ പ്രതീക്ഷ ശഫാഅത്ത് കിട്ടുക ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നമ്മുടെ കൈ പിടിക്കണം എന്നതാണ്. അപ്പൊ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, സ്വഹാബിമാരുടെ ജീവിതത്തിലുണ്ട്. പിന്നെ ഏത് ചടങ്ങാണെങ്കിലും കാലങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. കാലങ്ങൾ ഇങ്ങനെ മാറി വരിക. ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മകളുടെ നിക്കാഹ് നടന്നപ്പോ വീടിന്റെ പുറത്ത് ബൾബ് ഇട്ടിട്ടുണ്ടോ? അത് പറയുണ്ടോ? നല്ല നെയ്ച്ചോറും പോത്തിറച്ചിയും കൊടുത്തിട്ടുണ്ടോ? നിക്കാഹ് സുന്നത്താണ്. അതിനനുബന്ധമായ ഓരോ കാലത്തും ഓരോ സമൂഹത്തിലും നന്മയുള്ള മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. തിന്മയാകുന്ന കാര്യങ്ങൾ അത് നബിദിനത്തിലായാലും നിക്കാഹിലായാലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സിനിമാ ഗാനങ്ങൾ വെക്കാൻ പാടില്ല. നബിദിനാഘോഷത്തിന്റെ മറവിൽ ഹറാമ് പ്രവർത്തിക്കാൻ പാടില്ല. അത് ഹബീബായ നബി തങ്ങളോടുള്ള ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടക്കേടും അവിടുത്തെ വേദനിപ്പിക്കലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതൊക്കെ പറ്റും. അപ്പൊ നമ്മൾ